ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മീൻ വ്ളോഗാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ പുഴയിൽ നിന്ന് രാവിലെ കിട്ടിയ മീനാണ് കേട്ടോ, ചെമ്മീനും പിന്നെ ചെറിയ മീനാണ് കേട്ടോ, പരല്, പതിപ്പൂട്ട, പൂവാൻ അങ്ങനെയുള്ള മീനൊക്കെയാണ്. പിന്നെ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക്. പിന്നെ ചെറിയ മീനുകൾ വറക്കും. ചെമ്മീൻ ഞങ്ങൾ നീര് വറ്റിച്ച് വെച്ചിരിക്കുകയാണ്. അത് വൈകുന്നേരത്തെ എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാം. അതിനാവശ്യമുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകൊക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ അറിയാം, എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് കിട്ടുക. ഞണ്ടായാലും ചെമ്മീനായാലും ഒക്കെ പുഴയിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് കിട്ടും. രാവിലെ പിടിച്ചുകൊണ്ടുവരിക, രാവിലെ കറി വയ്ക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം പിടിച്ചുകൊണ്ടുവരിക, പിറ്റേ ദിവസം കറി വയ്ക്കുക. അപ്പോൾ എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന കാരണം ഞങ്ങൾക്ക് നല്ല എന്താ പറയുക, വിഷമൊന്നും ഇടാത്ത മീൻ കഴിക്കാം. പിന്നെ മക്കൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വെച്ചാൽ ഇനിയിപ്പോൾ എത്ര കറി മോശമായാലും മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ആ മീനിൻ്റെ ഒരു ഫ്രഷ്നെസ് കൊണ്ടാണ്. കാരണം ഞങ്ങളുടെ ഭാഗത്തൊക്കെ, എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ അത്ര ഫ്രഷായിട്ടുള്ള കടൽ മീനൊന്നും കിട്ടാറില്ല കേട്ടോ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ കടൽ മീൻ അത്ര ഫ്രഷായിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അളിയന്മാരൊക്കെ കടലിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ കുറച്ച് ഫ്രഷ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മീൻകാരിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നും അത്ര ഫ്രഷ് ആവില്ല കേട്ടോ. ഞങ്ങൾ കൂടുതലും പുഴ മീൻ തന്നെയാണ് കഴിക്കുക. അപ്പോൾ സവാളയും ഇതൊക്കെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ടോർച്ച് അടിച്ച് വെച്ചിട്ടാണ് മോള് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ, അനിയത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ ചെമ്മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. നല്ല വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഞണ്ടൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ല ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് വെന്ത് വരണ നേരം കൊണ്ട് മറ്റുള്ള മീനൊക്കെ ഞാൻ ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അതിൽ കാണിച്ചിരുന്നു കുറച്ച് മീനൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അത് ഒരാൾ വന്നിട്ട് കൊണ്ടുപോകും മീൻ, എന്നിട്ട് അയാൾ തട്ടിലിട്ടിട്ട് വിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞങ്ങൾക്ക് പിടിക്കേണ്ട മാത്രമേ ഉള്ളൂ, വിൽക്കാൻ അയാൾ കൊണ്ടുപോയിട്ട് അങ്ങനെ വിറ്റിട്ട് പൈസ കൊണ്ടുത്തരും കേട്ടോ. അപ്പോൾ ഞണ്ട് റോസ്റ്റ് അവിടെ ഇരുന്ന് ആവട്ടെ, ആ നേരം കൊണ്ട് നമുക്ക് മറ്റേ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുഴ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും. ഇപ്പോൾ മഴ സീസണായ സമയത്ത് നല്ല ചെമ്മീൻ വരുന്നതിന് ഇഷ്ടം പോലെ വല വീശുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പുഴയുടെ ആ ഭാഗവും വല വീശുന്നതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ ഈ മീൻ വലയിൽ നിന്ന് വേർപ്പെടുത്തലും അത് നന്നാക്കലും കറി വയ്ക്കലൊക്കെ ആയിട്ടേക്ക് പുഴയുടെ ഭാഗത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തോളം എന്നാണ് രാവിലെ പോയിട്ട് വീഡിയോ എടുക്കണം. പിന്നെ ഭയങ്കര മഴയായ കാരണം തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ ഞണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് റോസ്റ്റും മീൻ